ഇരട്ടത്താപ്പിൻ്റെ ഉസ്താക്കന്മാരായിട്ട് മാറുകയാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഷംസുദ്ദീനും അവർക്ക് കൊടപിടിച്ചിട്ടുള്ള സച്ചിദാനന്ദൻ, കാരശ്ശേരി തുടങ്ങിയിട്ടുള്ള ആളുകൾ. അത് കടുകിട ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ PM ശ്രീയിൽ നിന്ന് നയാ പൈസ മേടിക്കരുത് സതീശൻ എന്ന് പറയാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നിങ്ങൾ വാ ജനങ്ങളോട് പറയാം, നിങ്ങൾ തിരുത്തണം. അജിംസും ദാവൂദും 24 ശ്രീകണ്ഠനും ഏഷ്യാനെറ്റിലെ സിന്ധുവും തിരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മഴമുൽ മുന്നണി അധികാരത്തിലേറ്റിയ സതീശനെ പൊതിഞ്ഞു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. പക്ഷേ വസ്തുതകൾ ഇന്നല്ലെങ്കിൽ നാളെ അനാവരണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സംസ്ഥാന സർക്കാരുകളെ ബന്ദിയാക്കി കൊടുക്കാതിരിക്കുകയും സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി നടത്തിപ്പിനെ തടങ്കലിൽ വെക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷവും സ്വീകരിച്ച സമീപനം എന്താണ്? ഈ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്താൻ ഇറങ്ങിയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനോട് നിങ്ങളൊരു ടൈറ്റുലാർ ഹെഡ് മാത്രമാണ് എന്നത് കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകം അച്ചടിച്ചു കൊടുത്ത് ആ പുസ്തകം പഠിപ്പിച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. അത് ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ പറഞ്ഞു. കേരളത്തിൽ 6 ലക്ഷം വീടുകളിൽ ആകപ്പാട് 22,000 കോടി രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലൈഫിൽ മുടക്കിയപ്പോൾ 3,000 കോടി രൂപ കഷ്ടിച്ചു കൊടുത്ത കേന്ദ്രത്തിൻ്റെ PMAY അകത്ത് പൈസ കൊടുത്തിട്ട് മോദിയുടെ പടവും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേരും ഓരോ വീടിൻ്റെ മുമ്പിൽ എഴുതി വെക്കണം. രേവന്ത് റെഡ്ഡി എഴുതി വെച്ചിട്ടുണ്ട്, കർണാടകത്തിൽ സിദ്ധാരാമയ്യ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് എഴുതി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് PMAY അലോക്കേഷൻ തടസ്സപ്പെടുത്തിയില്ലേ? അങ്ങനെ പറഞ്ഞ കേരളത്തിലെ ലെഫ്റ്റ് ഫ്രണ്ട് സർക്കാരിനെ മോദിയുമായിട്ട് കൈയിടുന്ന സർക്കാരാണെന്നുള്ള നരേറ്റീവ് പ്രചരിപ്പിച്ചില്ലേ? കേരളത്തിലെ മഹാമഴവിൽ സഖ്യത്തിലെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിട്ടാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രവർത്തിച്ചത്. അത് വിമോചന സമരത്തിൽ എന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു ആഖ്യാന പരമ്പര സൃഷ്ടിക്കുന്നതിനും മറ്റും ഉണ്ടാക്കി. അതിനെ പ്രതിരോധിക്കാനായിട്ട് CPM-നും LDF-നും പരാജയം വന്നു. ഇതാണ് മൊത്തത്തിലുള്ള ഫലം. പല നെഗറ്റീവുകളുണ്ട്. ഈ PM ശ്രീ വളരെ പ്രകടമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഈ PM ശ്രീയെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ തന്നെ വളരെ വിശദമായിട്ട് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. PM ശ്രീ റോൾ ഔട്ട് ചെയ്തത് 2022 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ മറ്റാണ്. 2022 2025 ഒക്ടോബർ വരെ കേരളം അതിൽ ഒപ്പിട്ടില്ലല്ലോ, അല്ലെങ്കിൽ കേരളം PM ശ്രീ നടപ്പിലാക്കിയില്ലല്ലോ. PM ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഷോക്കേസ് ചെയ്യാനുള്ള സ്കൂളുകളാക്കി മാറ്റുക. അതിനാവശ്യമായിട്ടുള്ള പണം അവർ 5 കൊല്ലത്തേക്ക് കൊടുക്കും. ഇതാണ് PM ശ്രീ. ആ 2 സ്കൂളുകൾ എന്നുള്ളത് കേരളത്തിന് തീരെ പ്രസക്തമല്ലാത്തത് കൊണ്ടും കേരളം NEP-യെ ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും കേരളം എന്ത് ചെയ്തില്ല, ഈ പദ്ധതി ഞങ്ങൾ അതിൽ പങ്കാളികളാവുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് മുതൽ 2022 മുതൽ 2025 വരെ. അപ്പോൾ അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതി നമ്മൾ ചേരുന്നില്ല എന്ന് പറയും. അപ്പോൾ 2022 മുതൽ 2025 വരെ ചേരാതിരുന്ന പാർട്ടിയുടെ പേരതാണ് CPM അല്ലെങ്കിൽ LDF അല്ലേ. പിന്നുള്ളത് തമിഴ്നാട്ടിലെ DMK, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്. ഇവരാണല്ലോ ചേരാതിരുന്നത്. ചേർന്ന പാർട്ടികളുടെ പേരെന്താ? ചേർന്ന പാർട്ടികളുടെ പേര് 2022 ഓഗസ്റ്റിലോ മറ്റോ റോൾ ഔട്ട് ചെയ്യുന്നു. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒപ്പിട്ട സംസ്ഥാനത്തിൻ്റെ പേരാണ് രാജസ്ഥാൻ. വേറൊന്ന് ഛത്തീസ്ഗഡ്. രണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതിനുശേഷം കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ടുള്ള ഹിമാചൽ പ്രദേശ്, കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ടുള്ള തെലങ്കാന, അവർ തന്നെ ഒപ്പിട്ടു. കോൺഗ്രസ് BJP-യിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത കർണാടകയിൽ പൂർവാധികം ഭംഗിയായി BJP നടത്തിയിട്ടുള്ള എഗ്രിമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഇത് നടപ്പിലാക്കി ഇതിൻ്റെ ഒപ്പ് ഇട്ട ആളുകളുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്നിട്ട്, കേരളം വേണുഗോപാൽ ദേശീയ നേതാവല്ലേ, അങ്ങേര് രാജസ്ഥാനിൽ നിന്നുള്ള MP ആയിട്ടിരിക്കുമ്പോഴാണ് രാജസ്ഥാൻ ഒപ്പിടുന്നത്. എന്നിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് കേരളം PM ശ്രീ സ്കൂൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയല്ല ചെയ്തതെന്ന് പറയുന്നത്, അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. പ്രതിരോധിച്ചു നിന്നു. അപ്പോൾ എന്ത് ചെയ്തു അവർ? PM ശ്രീ നടപ്പിലാക്കിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒന്നിൻ്റെയും പണം, അതിൻ്റെ പണമല്ല, അതിൻ്റെ പണം വേണ്ടെന്ന് വെച്ചു. വേണ്ട, PM ശ്രീ ഞങ്ങൾക്ക് സ്കൂൾ നടപ്പിലാക്കൂല, ഞങ്ങൾ ആ പൈസ മേടിക്കണ്ട. PM ശ്രീയുടെ പൈസയല്ല, സർവശിക്ഷാ കേരളയുടെ പണം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള മനുഷ്യന്മാർക്ക് പ്രത്യേക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള പദ്ധതിയിലെ പണം
വിദ്യാഭ്യാസ മേഖലയിൽ ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകളിൽ വിന്യസിച്ചിട്ടുള്ള റിസോഴ്സ് അധ്യാപകരുടെ ശമ്പളം കൊടുക്കാനുള്ള പണം, അതിനുവേണ്ടി വിന്യസിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, സേവനങ്ങൾ, സൗകര്യങ്ങൾ, ഇവയ്ക്കെല്ലാം ഉള്ള പണം അതും തരില്ല എന്ന് പറഞ്ഞു. ഇത് വേണ്ടെന്ന് വെച്ചു. ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത് ചോദിച്ചിട്ടുമില്ല. മറ്റതൊന്നും തരില്ല എന്ന് പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിവാദം കേരളത്തിൽ പടുത്തുയർന്ന സമയത്ത് കേരളത്തിന് കിട്ടാനുണ്ടായിരുന്ന SSKയുടെ പണം എത്രയെന്നറിയാമോ? ഏതാണ്ട് 1500 കോടി രൂപയാണ്. 1500 കോടി രൂപ. ആ 1500 കോടി രൂപ ഉച്ചഭക്ഷണത്തിൻ്റെ പണമുണ്ട്, ഇങ്ങനെ പലതുണ്ട്. തരില്ല എന്ന് പറഞ്ഞു. ഗുണ്ടാപ്പണി എടുക്കുകയാണേ, ഗുണ്ടാപ്പണി. ആ സ്കീമിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയാലേ ഇത് തരുള്ളൂ കൊണ്ട് കണ്ടീഷൻ നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ പണം ഇങ്ങനെ സർക്കാരുകളെ, സംസ്ഥാന സർക്കാരുകളെ ബന്ദിയാക്കി കൊടുക്കാതിരിക്കുകയും സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി നടത്തിപ്പിനെ തടങ്കലിൽ വെക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷവും സ്വീകരിച്ച സമീപനം എന്താ? നിങ്ങളിത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ? കേരളത്തിൽ എവിടെയെങ്കിലും മനുഷ്യന്മാർക്ക് ഇത് മനസ്സിലാവുന്ന തരത്തിൽ ഇത് ഫാക്ച്വലായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നത് കേരളത്തിൻ്റെ മുമ്പിൽ ഒരു ഇൻഫോം ഡിബേറ്റിന് വെക്കാനുള്ള ഉത്തരവാദിത്വം മീഡിയയ്ക്കില്ലേ? അങ്ങനെയല്ലേ മീഡിയ 4-ാം തൂണാവുന്നത്? അവർ ചെയ്തോ? അതിന് പകരം ചെയ്തെന്താ? റോൾ ഔട്ട് ചെയ്ത് 1-ാം മാസത്തിൽ ഒപ്പിട്ട രാജസ്ഥാൻ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൻ്റെ നേതാവായിട്ടുള്ള വേണുഗോപാലിനെ ഇവിടെ കൊണ്ടുവന്ന് കേരളം നരേന്ദ്രമോദിയുമായിട്ട് കൈകോർക്കുന്നതിൻ്റെ ഫലമാണ് ഇത്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം കൊണ്ടുവരികയാണ് ഇവർ എന്ന നെറേറ്റീവ് പ്രചരിപ്പിച്ചു. അതേസമയം വേറൊരു സംഭവം ഹയർ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മതയാനയെ പോലെ കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാരത്തിൻ്റെ ആ ത്രികോണാകൃതിയിലുള്ള കൊടിയും പിടിച്ച് ആളുകളെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും വൈസ് ചാൻസലർഷിപ്പിലേക്കും ഓരോന്നോരോന്നായി നടത്തിക്കറ്റിക്കൊണ്ട്, ഇവിടെ മാത്രമല്ല, ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രമുഖനായിട്ടുള്ള ആചാര്യൻ പറയുന്നുണ്ടായിരുന്നു, മഹാത്മാഗാന്ധി സർവകലാശാലയിലെ 30 സെനറ്റ് അംഗങ്ങളിൽ 19 പേർ എങ്ങനെയാണ് BJP വന്നത്? കാലിക്കറ്റ് സർവകലാശാലയിൽ എങ്ങനെയാണ് സർ സംഭവിച്ചത്? ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് MSFനും കൊടുത്തു ഒരെണ്ണം, ഇല്ലേ? KSUവിനും കൊടുത്തു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന K സുധാകരൻ പറഞ്ഞത് അവർ വരുന്നതിന് എന്താണെന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ മുഴുവൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ചാൻസലർ മതയാനയെപ്പോലെ കാവി സംഘത്തിന് വേണ്ടി കയറി നിരങ്ങിയ കാലത്ത് മിഠായി തെരുവിൽ പോയി അദ്ദേഹത്തിന് വാഴ്ത്തുപാട്ട് പാടിയ മഹാന്മാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ. ഈ ഒരു മാറ്റം, എങ്ങനെ മാറ്റം? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട ഒരു പണവും തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പണം ഞങ്ങൾക്ക് തരണം. PMC നടപ്പിലാക്കാനല്ല, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലുള്ള ഈ പ്രകടമായ ഏകപക്ഷീയതയെ മറികടക്കാനുള്ള തന്ത്രമെന്ന നിലയിൽ സ്വീകരിച്ചപ്പോൾ ഇത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ പിണറായി വിജയൻ മോദിയുമായി കൈകൊടുത്തതാണെന്നുള്ള നരേറ്റീവ് പ്രകടിപ്പിച്ചത് അല്ലേ? ശരി, നിങ്ങളെങ്ങനെ പ്രകടിപ്പിച്ചു? സർക്കാരിൻ്റെ എതിരായിട്ടുള്ള നിലപാട് കേരളത്തിലെ പൊതുസമൂഹം, സച്ചിദാനന്ദനെ പോലുള്ള ബുദ്ധിജീവികൾ പറഞ്ഞു, ഇത് വാങ്ങുന്നതിനേക്കാൾ നിങ്ങൾ ഇറങ്ങി 1500 കോടി രൂപ കൊണ്ട് എത്ര പൂട്ട് കിട്ടുമെന്ന് സാധാരണഗതി ചോദിക്കണ പോലെ ഇതെന്താണ് 1500 കോടി രൂപ കേരളത്തിന് സംസ്ഥാന ഖജനാവിന് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും ഈ പറയുന്ന എഴുത്ത് കാരശ്ശേരിക്കും ശ്രീ സച്ചിദാനന്ദനും ഇല്ല എന്ന് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. യാതൊരു ധാരണയും ഇല്ല 1500 കോടി രൂപ എത്രയുണ്ട് എന്നുള്ളത്. ഒരു മാസം സംസ്ഥാനത്തെ 1.5 മാസം സംസ്ഥാനത്തെ പാവപ്പെട്ട 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന അത്ര തുകയാണെന്നത്. അത് കേരളത്തിന് വേണ്ട എന്ന് വെക്കുന്നതിനുള്ള പരിമിതികൾ വളരെ വലുതായിരുന്നു. ഇത് മനസ്സിലാക്കാതെ ഇത് വേണ്ടെന്ന് വെച്ചുകൂടെ, വേണ്ടെന്ന് വെക്കാതെ ഇറങ്ങിപ്പോയിക്കൂടെ എന്നൊക്കെയുള്ള, അതാണ് ഈ അക്കാദമിക് ബുദ്ധിജീവികൾക്കുള്ള ലക്ഷറി എന്ന് പറയുന്നത്, അക്കാദമിക മാർക്സിസ്റ്റുകൾക്കുള്ള ലക്ഷറി എന്ന് പറയുന്നത്. ആ ലക്ഷറി എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ പങ്കാളിയാകുന്ന ലെഫ്റ്റിന് ഉണ്ടാവില്ല. അപ്പോൾ അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഏകപക്ഷീയതമായ ഈ ധനകേന്ദ്രീകരണ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള അടവുപരമായിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അതപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് പറ്റില്ല, ഇത് കാവ്യവൽക്കരണമാണ്. തിരുത്തിയല്ലോ, പിൻവാങ്ങി. അങ്ങനെ പിൻവാങ്ങുന്നതിന് മഹാമഴവിൽ സഖ്യത്തിൻ്റെയും ബുദ്ധിജീവി വൃന്ദത്തിൻ്റെയും സർവാത്മനാ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന സർക്കാരല്ലേ സതീശൻ്റെ സർക്കാർ. അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച വിഭാഗമാണ് കേരളത്തിലെ മുസ്ലിം ലീഗും മുസ്ലിം മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന വ്യത്യസ്ത സംഘടനകളും. സ്വാഭാവികമാണത്,
സ്വാഭാവികമാണ്. കാരണം അവരുടെ മനസ്സിൽ മുഴുവൻ കേരളത്തിലെ കുഞ്ഞുങ്ങളെ മുഴുവൻ പക്ഷേ അപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ച നെറികേട് എന്താണ്? ഇന്ത്യയുടെ കേന്ദ്ര സിലബസ് തീരുമാനിക്കുന്ന ഏജൻസി ഇന്ത്യയുടെ ഇന്ത്യൻ ചരിത്രത്തിലെ ഇന്ത്യയുടെ സുദീർഘമായ ചരിത്രത്തിൽ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള പീരീഡായ മുഗൾ കാലത്തെ അപ്പാടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി നടത്തിയ പരിഷ്കരണത്തെ കേരളത്തെ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? മുഗള രാജവംശത്തിൻ്റെ സംഭാവനകളെയും അതിൻ്റെ ചരിത്രപരമായ വസ്തുതകളെയും പ്രത്യേക പാഠഭാഗമായിട്ട് അച്ചടിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടാണ് കേരളം പ്രതിരോധിച്ചത്, അല്ലേ? ഈ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്താൻ ഇറങ്ങിയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനോട് നിങ്ങളൊരു ടൈറ്റുലാർ ഹെഡ് മാത്രമാണ് എന്നത് കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകം അച്ചടിച്ചു കൊടുത്ത് ആ പുസ്തകം പഠിപ്പിച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. അത് ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ പറഞ്ഞു കേരളത്തിൽ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. നെഹ്റുവിൻ ലെഫ്റ്റുകൾ പരിശോധിക്കേണ്ട കാര്യമാണിത്. അവർ ഈ കാവ്യവൽക്കരണം കൊണ്ടുവരികയാണെന്നുള്ള നരേറ്റീവിനെ നിങ്ങൾ സർവാത്മനെ പിന്തുണച്ചില്ലേ? ശരിയെന്ന് അന്നേരം ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല. കേരളത്തിൽ 6 ലക്ഷം വീടുകളിൽ ആകപ്പാട് 22,000 കോടി രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലൈഫിൽ മുടക്കിയപ്പോൾ 3,000 കോടി രൂപ കഷ്ടിച്ചു കൊടുത്ത കേന്ദ്രത്തിൻ്റെ PMAYയുടെ അകത്ത് പൈസ കൊടുത്തിട്ട് ആ വളരെ ചെറിയ വീടുകൾക്ക് 22,000 സർക്കാർ മുടക്കിയപ്പോൾ 2,000 കോടി 2,500 കോടി രൂപ കൊടുത്ത കേന്ദ്ര സർക്കാർ മോദിയുടെ പടവും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേരും ഓരോ വീടിൻ്റെ മുമ്പിൽ എഴുതി വെക്കണം. രേവന്ത് റെഡ്ഡി എഴുതി വെച്ചിട്ടുണ്ട്, കർണാടകത്തിൽ സിദ്ധാരാമയ്യ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് എഴുതി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് PMAYയുടെ അലോക്കേഷൻ തടസ്സപ്പെടുത്തിയില്ലേ? വീടിൻ്റെ മുമ്പിൽ എഴുതി വെക്കാൻ പറ്റില്ല, ബ്രാൻഡിങ് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കേരളത്തിലെ ലെഫ്റ്റ് ഫ്രണ്ട് സർക്കാരിനെ മോദിയുമായിട്ട് കൈയെടുത്ത സർക്കാരാണെന്നുള്ള നരേറ്റീവ് പ്രചരിപ്പിച്ചില്ലേ? ശരി, അന്നത്തെ ഫെഡറൽ ബന്ധങ്ങൾ, ധനകാര്യ ബന്ധങ്ങൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കൂടെ കടന്നു വരുന്ന കാവ്യവൽക്കരണത്തിൻ്റെ സ്വഭാവങ്ങൾ, ഇതൊന്നും ഗൗരവപ്പെട്ട വിശകലനത്തിനോ വിമർശനത്തിനോ വിധേയമാക്കാനുള്ള ഒരു ത്രാണിയും കേരളത്തിലെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും കാണിച്ചിട്ടില്ല. പാതി കേരളത്തിൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള വിനോദം, പാതി വിവരക്കേടുമാണ്, വിവരമില്ലായ്മയുമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ്. കാരശ്ശേരിക്കും ശ്രീ സച്ചിദാനന്ദനും ഒക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണത്തിൻ്റെ വലിപ്പം എത്രയാണ് വേണ്ടെന്ന് വെക്കാനൊക്കെ പറയുമ്പോൾ എത്രയാണ് എന്നതിനെക്കുറിച്ച് 4 കാശിന് വിവരമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഭയങ്കര കുഴപ്പക്കാരനായി പോയാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലാക്കേണ്ടത് 2025-26 ഇന്ത്യ സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ആകെ പണം ഒരു 25,000 കോടി രൂപയായിരിക്കും. അതിനകത്ത് 5,000 കോടി രൂപയും 25 ലക്ഷം കോടി രൂപയായിരിക്കും. അതിൽ 5 ലക്ഷം കോടിയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴിയാണ് വരുന്നത് എന്ന് ആലോചിച്ചോണ്ട് എത്ര ശതമാനമുണ്ട്? 20-22%, 5 ലക്ഷത്തിൽ കൂടുതൽ, 6 ലക്ഷത്തിനടുത്ത് 22% കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴിയാണ് റൂട്ട്. അതൊന്നും കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞ് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രശ്നമാണ് അന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് കേരളത്തിന് അവകാശപ്പെട്ടതാണ്, കേരളത്തിനും കൂടി അവകാശപ്പെട്ടതാണ്, അതിൻ്റെ പുറത്ത് കണ്ടീഷണാലിറ്റീസ് വെക്കാൻ പാടില്ല എന്ന ചർച്ച കേരളത്തിൽ വന്നോ? അതിനെ തടസ്സപ്പെടുത്തിയതല്ലേ നിങ്ങൾ? ഇട്ടുപോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ലക്ഷറിക്ക് മുമ്പിൽ തീരുന്ന പ്രശ്നമല്ല എന്ന് സച്ചിദാനന്ദൻ മനസ്സിലാക്കണം, ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇവിടെ ഇപ്പം എന്താ? അന്നത് വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ബിൽഡ് ചെയ്ത യഥാർത്ഥ ലെഫ്റ്റ്, ഒറിജിനൽ ലെഫ്റ്റ് നെഹ്റുവിൻ ലെഫ്റ്റ് ആണെന്ന് പറയുന്നതിൻ്റെ ഒരു തമാശ ഉണ്ട്. അത് വേറെ, നെഹ്റുവിൻ ലെഫ്റ്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അതാണ് ഒറിജിനൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ശേഷമുള്ള ഇന്ത്യയുടെ വളർച്ച, രാഷ്ട്രീയ വികാസത്തെക്കുറിച്ചും പൊളിറ്റിക്കൽ ഇക്കോണമി വികാസത്തെക്കുറിച്ചുമുള്ള എല്ലാ ഇടതുപക്ഷ വിമർശനങ്ങളും ഇല്ലാതായി പോകും. അത് വേറൊരു സംഗതിയാണ്. ശരി, നെഹ്റുവിയൻ ലെഫ്റ്റ്, ആ നെഹ്റുവിയൻ ലെഫ്റ്റ് വന്നു. ആരാണ് വിദ്യാഭ്യാസ മന്ത്രി? മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഷംസുദ്ദീൻ. അദ്ദേഹം സെക്രട്ടറി എടുക്കുന്ന റിപ്പോർട്ട് മേടിച്ചു. ആ റിപ്പോർട്ടിൽ എന്താണെന്നറിയോ? നമ്മൾ കണ്ടിട്ടില്ല, പത്രങ്ങൾ പറഞ്ഞതെന്താ? കേന്ദ്ര പദ്ധതിയുടെ അകത്തെ കണ്ടീഷണാലിറ്റീസ് മറികടക്കാൻ മാർഗമുണ്ട്. ഇതല്ലേ ശിവൻകുട്ടി പറഞ്ഞത്? വാസുകിയാണ് സെക്രട്ടറി, വാസുകി സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറി അവരെഴുതി കൊടുത്ത റിപ്പോർട്ട് എന്താ? ഈ സിലബസും മറ്റും നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യമില്ല, നമുക്കത് മറികടക്കാം. ആ റിപ്പോർട്ട് വെച്ചിട്ടല്ലേ മേടിക്കാൻ തീരുമാനിച്ചത്. അന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ റിപ്പോർട്ട് മേടിച്ചിട്ട് മേടിക്കാൻ പോകണു എന്നല്ലേ പറയണത്.
ഇരട്ടത്താപ്പിൻ്റെ ഉസ്താക്കന്മാരായിട്ട് മാറുകയാണ് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഷംസുദ്ദീനും അവർക്ക് കൊടപിടിച്ചിട്ടുള്ള സച്ചിദാനന്ദൻ, കാരശ്ശേരി തുടങ്ങിയിട്ടുള്ള ആളുകളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടാക്കിയതിനകത്ത് കടുകിട ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ PM ശ്രീയിൽ നിന്ന് നയാ പൈസ മേടിക്കരുത് സതീശൻ എന്ന് പറയാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നിങ്ങൾ വാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫെഡറൽ വിരുദ്ധതയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം, ജനങ്ങളോട് പറയാം. നിങ്ങൾ തിരുത്തണം. അജിംസും ദാവൂദും 24 ശ്രീകണ്ഠനും ഏഷ്യാനെറ്റിലെ സിന്ധുവും തിരുത്തണം. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് പ്രശ്നമുണ്ടായിരുന്നെന്ന് ഞങ്ങളിങ്ങനെ വന്നിരുന്നു എവിടെയെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞത് അതിനകത്ത് കഥയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണം. പറഞ്ഞിട്ട് തിരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മഴമുൽ മുന്നണി അധികാരത്തിലേറ്റിയ സതീശനെ പൊതിഞ്ഞു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. പക്ഷേ വസ്തുതകൾ ഇന്നല്ലെങ്കിൽ നാളെ അനാവരണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. PM ശ്രീ കേരളത്തിൽ ഈ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കാപട്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാസിക് കേസ് സ്റ്റഡിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ചരിത്രത്തിനകത്ത് ചെറിയ ഹ്രസ്വകാലങ്ങളിലല്ലല്ലോ ചരിത്രം വിലയിരുത്തപ്പെടുക, ദീർഘകാലാടിസ്ഥാനത്തിലല്ലേ. അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വഹിച്ച ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള പങ്ക് എന്താണ് എന്നുള്ളത് പിൽക്കാല ചരിത്രം പഠിക്കുക തന്നെ ചെയ്യും.